പുള്ളി പറയുക ഗോവയിൽ പോവാന്ന്. എനിക്ക് വയ്യ. എൻ്റെ കെട്ടണേ മുന്നേ എവിടെയൊക്കെ പോവാന്ന്, എവിടെയൊക്കെ കൊണ്ടാന്ന് പറഞ്ഞാന്നറിയോ? കെട്ടിക്കണ്ടി ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നറിയോ? എനിക്ക് വയ്യ. ഞാൻ പുന്നാര മക്കളെ ഞാൻ പറയാം, സൂക്ഷിച്ചോ. മെസ്സേജ് അയക്കും, ഷുഗർ ഒലിപ്പിക്കും, പല കാര്യങ്ങൾ ചെയ്യും. നമ്മൾ വീട് പോവും. എൻ്റെ ഗതി നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. സൂക്ഷിച്ചോ. അപ്പൊ എന്തായാലും എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യനോടാണ് ചോദിക്കാനുള്ളത്, ഞാൻ ഇനി എന്ത് കളിച്ചാലും നിനക്ക് എന്താ പ്രശ്നം, നിനക്ക് പൊള്ളുന്നുണ്ട് എന്നാണോ അതിന്റെ അർത്ഥം? ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സഫ മെഹനാസിന്റെ ഒരു വീഡിയോ തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ വേണ്ടി സാധിച്ചു. തീർച്ചയായിട്ടും അവർ വീണ്ടും ഏറ്റുമുട്ടുന്നതാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവർ രണ്ടും ഒത്തുപോകാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൈവോഴ്സ് പെറ്റീഷൻ തീർച്ചയായിട്ടും കോടതിയിൽ സമർപ്പിച്ച് അതിന് റീപ്ലൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സഫ. പക്ഷേ സഫ ഓടി നടന്നുകൊണ്ട് മറ്റ് ചാനലുകളെല്ലാം തന്നെ പോയിക്കൊണ്ട് നമ്മുടെ മെഹനാസിനെതിരെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം മോശപ്പെട്ടവനാണ് എന്നും അദ്ദേഹം മറ്റു രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗങ്ങളുണ്ട് എന്നെല്ലാം പറയുന്നു. അതുപോലെ തന്നെ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിൽപ്പെട്ട ഒരുപാട് പരാമർശങ്ങൾ നമ്മുടെ സഫയുടെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി സാധിച്ചു. അത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ ജീവിതത്തിൽ എനിക്ക് തുടരാൻ വേണ്ടി സാധിക്കുകയില്ല എന്നും എനിക്ക് ഡിവോഴ്സാണ് വേണ്ടത്, ആ പേപ്പർ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുമെന്നും സഫ പറയുന്നു. നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഒരുപറ്റം ആൾക്കാർ ഉള്ളതാണ് എന്ന് പറയുന്നു. സഫയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഭർത്താവും ഒരു ഭാര്യയും തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ 1-2 ദിവസമൊക്കെ കാറിലോ മറ്റ് ആൾക്കാരുടെ കൂടെ കറങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ അത് പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള മനസ്സൊന്നും കേരളത്തിലെ ഒരു ഭർത്താക്കന്മാർക്കും ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ വിചാരിക്കുന്നില്ല. അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ മെഹനാസിൻ്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഉണ്ടായ ഒരു കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പല ഫാൾട്ടുകളുണ്ട്. ആദ്യ ഭാര്യ റിഫ എന്ന് പറയുന്ന വളരെ മാന്യമായ ഡ്രസ്സെല്ലാം ധരിച്ചുകൊണ്ട് നമ്മുടെ മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും ബാധിച്ചുകൊണ്ട് വളരെ വൃത്തിയിൽ ജീവിച്ചു വന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ മരണത്തിൽ തീർച്ചയായിട്ടും മെഹനാസിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കുറ്റക്കാരനെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ 100% നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ റമദാൻ മാസത്തിൽ പോലും 27 രാവിൽ പോയും റീൽസ് എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന സഫയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഏതായാലും പുതിയൊരു ആരോപണമായിട്ട് സഫ ഇപ്പോൾ വന്നിരിക്കുകയാണ്. എൻ്റെ ഭർത്താവായ മെഹനാസിന് മറ്റൊരു കാമുകിയുമായിട്ട് മെസ്സേജ് അയച്ചു എന്നും അത് ഞാൻ കണ്ടുപിടിച്ചു എന്നും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഓടി വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. നമുക്ക് എന്താണ് സഫക്ക് പറയാനുള്ളത്, നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് കാണാം. ഈ ഗൈസ്, ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറയാനാണ് വന്നത്. എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ എൻ്റെ കെട്ടിയോൻ കളത്തിലിറങ്ങിയിട്ടുണ്ട്. കളത്തിലിറങ്ങി മീൻസ് മുന്നേ ബാംഗ്ലൂർ മേലെ കളിച്ച കളികൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എങ്ങാണ്ടാണ് ഊബർ ഓടിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ചാറ്റ് കാണിക്കാം. പുന്നാര മക്കളെ ഞാൻ പറയാം, സൂക്ഷിച്ചോ. മെസ്സേജ് അയക്കും, ഷുഗർ ഒലിപ്പിക്കും, പല കാര്യങ്ങൾ ചെയ്യും. നമ്മൾ വീട് പോവും. എൻ്റെ ഗതി നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ. അത്ര പറയാനുള്ളൊരു ചാറ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുക. കെയർ ചെയ്യാം, അത്ര പറയാനുള്ളൂ. വീടരുത് പ്ലീസ്. എൻ്റെ അനുഭവം കൊണ്ട് പറയാം. ആരെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഞാനിത് പെട്ടെന്ന് ഇത് ചെയ്യണമെന്ന് വിചാരിക്കണേ. ഇത് ലേറ്റാക്കിയാൽ സീനാവും. ആരും പെടാണ്ടിരിക്കുക. എന്തെങ്കിലും ഇതുപോലെ അനുഭവം വന്നെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കുക. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ചാറ്റ് അവിടെ കൊടുക്കാം. ടേക്ക് കെയർ. സഫ പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. കാരണം മറ്റൊരു യുവതിയുമായിട്ട് പുതിയ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് മെഹനാസ് എന്ന രീതിയിലാണ് അവരുടെ ചാറ്റുകൾ പുറത്തു വിട്ടുകൊണ്ട് നമ്മുടെ സഫ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി സഫ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ്? പുള്ളി പറയുക ഗോവയിൽ പോവാന്ന്. എനിക്ക് വയ്യ. എൻ്റെ കെട്ടണേ മുന്നേ എവിടെയൊക്കെ പോവാന്ന്, എവിടെയൊക്കെ കൊണ്ടാന്ന് പറഞ്ഞാന്നറിയോ? കെട്ടിക്കണ്ടി ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നറിയോ? എനിക്ക് വയ്യ. ആകെ പോയിട്ടുണ്ട് ഈ ഇടുക്കിയിൽ ഇവിടെ വന്നതിന് ശേഷം. പിന്നെ കാസർഗോഡ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി. അപ്പോൾ എവിടെ എന്നെ കൊണ്ടുപോയിട്ടില്ല. ഞാൻ അതിന് പരാതിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഗോവയെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെ വീടരുത്, 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 വീടരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. കെയർ ചെയ്യുക. പലതും പറയും. ഇതിലപ്പുറം പഞ്ചാരടിയായിരുന്നു എൻ്റെ അടുത്ത്. വീടരുത് പ്ലീസ്. അനുഭവം കൊണ്ട് പറയാം പ്ലീസ്. നോ. ഞാൻ പിന്നെ കാര്യമായിട്ട് ചിന്തിച്ചൊരു കാര്യമാണ്, പുള്ളിനെ എന്താ വീഡിയോയിൽ കാണാത്ത? ഒരു തീപ്പൊരി ഇട്ടിട്ട് പിന്നെ പോയല്ലോ. പിന്നെ ഒരു ഭയങ്കര കോമഡിയായി ഇൻ്റർവ്യൂ കൊടുത്ത് പോയല്ലോ. പിന്നെ പുള്ളിനെ കാണുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായത് സംഭവം. പുള്ളി കുറച്ച് തിരക്കിലാണ്. അടുത്ത ആളെ സെറ്റാക്കണ തിരക്കിലാണ്. റിഫ, സഫ, ഇനി എക്സ്റ്റാര, വഫയോ ഉഫയോ ആരാണോ എന്തോ. എന്തായാലും ആരാണെങ്കിലും
ടേക്ക് കെയർ ചെയ്യുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻ്റെ അനുഭവം ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പഞ്ചാര വാക്കുകൾ എന്നോടും പറഞ്ഞിട്ടാണ് മയക്കിയത് എന്നും ഗോവയ്ക്ക് ടൂർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കേട്ട് ആരും അതിൽ മയങ്ങി വീഴേണ്ട ആവശ്യമില്ല എന്നും തീർച്ചയായിട്ടും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു അടവാണ് എന്നും സൂക്ഷിക്കണം. ടേക്ക് കെയർ. തീർച്ചയായിട്ടും എൻ്റെ അനുഭവം ഇനി കേരളത്തിൽ ഒരു കുട്ടിക്കും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. തീർച്ചയായിട്ടും എല്ലാ സഹോദരിമാരും ഇത് ശ്രദ്ധിക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ സഫ ഈ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും മെഹനാസിനെതിരെ തന്നെയാണ് എന്ന കാര്യം തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ മെഹനാസിനെ എനിക്ക് വേണ്ട എന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുകയാണ് എന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എന്നും പറഞ്ഞ് പിരിഞ്ഞു പോയ സഫ എന്തിനാണ് മെഹനാസിൻ്റെ ഇപ്പോഴത്തെ ചാറ്റ് ആയാലും അതുപോലെ തന്നെ അവരുടെ ബന്ധങ്ങളെയും അവരുടെ ജീവിതം അവരുടെ വഴിക്ക് വിടുക എന്ന് തന്നെയാണ് സഫ ചെയ്യേണ്ടത്. അല്ലാതെ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് വേണ്ട, അദ്ദേഹം മോശമാണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാട് നോക്കി ജീവിക്കട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. ആദ്യം ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം മെഹനാസ് ഈ റമദാൻ മാസത്തിൽ എവിടെയും നിങ്ങൾക്കെതിരെയോ നിങ്ങളുടെ കുടുംബത്തിനെതിരെയോ ഒരു വീഡിയോ കൊടുക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, പക്ഷേ നിങ്ങളുടെ പ്രവൃത്തികൾ നമ്മൾ കണ്ടതാണ്. റീൽസും നിങ്ങൾ ചെയ്ത കാര്യങ്ങളും എല്ലാം തന്നെ റമദാൻ മാസത്തിലായതുകൊണ്ടും തീർച്ചയായിട്ടും അത് വളരെ മോശമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനുശേഷം ഇതിനൊരു മറുപടിയുമായിട്ട് നമ്മുടെ മെഹനാസും വന്നിട്ടുണ്ട്. മെഹനാസ് പറയുന്നുണ്ട്, എനിക്ക് ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾക്കൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയൊരു ആരും തിരിഞ്ഞു വരേണ്ടതായിട്ടില്ല എന്നും എൻ്റെ കാര്യം നോക്കാൻ താങ്കൾ ആരാണ് എന്ന നിലക്കാണ് മെഹനാസിൻ്റെ ഒരു വീഡിയോ വന്നത്. നമുക്ക് മെഹനാസിൻ്റെ ആ പ്രതികരണം ഒന്ന് കാണാം. എന്നെ ചതിച്ചിട്ട് പോയ എൻ്റെ വൈഫ് എന്നെ വേണ്ടാന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് വീഡിയോകളും ഒക്കെ നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ എനിക്ക് ഒരു ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത കാര്യം എൻ്റെ ഭാര്യ ചെയ്തു എന്നുള്ളതും ശരിയാണ്. പക്ഷെ അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് അതായത് എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി കോടതിയിൽ നിന്ന് പല പേപ്പേഴ്സും എന്നെ നേരിട്ട് കാണാൻ പാടില്ല, മീറ്റ് ചെയ്യാൻ പാടില്ല, കുട്ടി ഞാൻ തേടി വരാൻ പാടില്ല, അങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു എഴുതിയിട്ട് കോടതി ഒന്ന് പേപ്പറൊക്കെ മേടിച്ച് അതിന്റെ മാസ്റ്റർ പ്ലാൻ കതർക്കപ്പെടുകയാണ്. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇന്നലെ മിനിയാന്നാവറ്റ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ എന്താ പറയാ, ഏതൊരു പെണ്ണായിട്ട് ചാറ്റ് ചെയ്ത് ട്രിപ്പ് പോകാൻ പ്ലാൻ ആക്കി പിടിച്ച് അങ്ങനെ ആക്കി സൂക്ഷിച്ചോ ഒരു വാണിംഗ് പോലെ ഒരു മെസ്സേജ് ആണ് ഈ കണ്ടേക്കണത്. അപ്പൊ എന്തായാലും എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യനോടാണ് ചോദിക്കാനുള്ളത്, ഞാൻ ഇനി എന്ത് കളിച്ചാലും നിനക്ക് എന്താ പ്രശ്നം, നിനക്ക് പൊള്ളുന്നുണ്ട് എന്നാണോ അതിന്റെ അർത്ഥം? അത് എനിക്ക് സത്യം പറഞ്ഞെങ്കില് എന്താ പറയാ കണ്ടപ്പോ ഭയങ്കര ചിരി വന്നു പറഞ്ഞെങ്കിൽ എന്താ പറയാ, ഇതെന്താ സ്വയം ഉണ്ടാക്കിയതാണോ ആ എഴുത്ത്, അല്ലെങ്കിൽ ആരിട്ടെന്നാണ് അവരുടെ പേരും ആ ഐഡിയും കൂടെ ഒന്ന് മെൻഷൻ ആക്കണ്ടേ? അല്ല നീ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് ചെയ്താണോ ഈ പറയണ നിന്റെ ലല്ലു ചെയ്യണ പരിപാടി ചെയ്താണോ അറിയില്ല എനിക്ക്. അപ്പൊ എന്തായാലും അതിനൊരു ക്ലാരിഫി അതിന്റെ ഐഡിയും കൂടെ വെക്കുക ആരെന്നുള്ളത്. അതേപോലെ തന്നെ ഞാനും ആ പറയണ കുട്ടി ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടെ ആ സ്ക്രീൻഷോട്ടും കൂടെ ഒന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓക്കെ ആയിരുന്നു, അതും കൂടെ വെക്കണമായിരുന്നു. ഞാൻ അവളോട് അങ്ങനെ പറയണതും നമുക്കിങ്ങനെ പോവാന്ന് പറയുന്ന ആ ചാറ്റും അതിൽ മെൻഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം കേട്ടോ. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ആരെ ഫോം വിളിക്കാൻ എന്റെ ഇഷ്ടം, ഞാൻ ഐ എം സിംഗിൾ. ഓക്കെ, ഞാൻ ഇനി എന്ത് വിളിച്ചാലും ചോദിക്കേണ്ട അധികാരം നിൽക്കില്ല. സോ നമ്മൾ ഒഴിവായി, നമ്മൾ തമ്മിൽ പിരിഞ്ഞ് ബബ്ബായി തട്ടാക്കി. അതിനുശേഷം എന്റെ ബാക്കിൽ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിന്നെ ചതിച്ചിട്ട് പോയ പോലെയാണ് നിന്റെ സംസാരം ഇപ്പം, മനസ്സിലായോ? അപ്പൊ അത് വേണ്ട. ഞാൻ എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. അത് ചോദിക്കാനും പറയാനും നിനക്ക് അധികാരമില്ല എന്ന് ഞാൻ പറയും. ഓക്കെ, നീ അങ്ങനെയാണല്ലോ പറഞ്ഞത്, നിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ആരും അല്ല എന്നല്ലേ, അപ്പൊ നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അത്രയും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ മെഹനാസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം അവർക്ക് ആവശ്യമില്ലാത്ത ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട യാതൊരു ആവശ്യവും സഫ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പോൾ ഇല്ല. രണ്ട് വ്യക്തിത്വങ്ങളായി മാറാൻ വേണ്ടി പോവുകയാണ്. ഡിവോഴ്സ് തീർച്ചയായിട്ടും പെറ്റീഷൻ കൊടുത്ത് ഡിവോഴ്സിനായി കാത്തു നിൽക്കുന്ന സഫയ്ക്ക് തീർച്ചയായിട്ടും മെഹനാസിന് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പേസിലേക്ക് ഇനിയും കയറിക്കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മെസ്സേജുകളും കാര്യങ്ങളുമായി ഏറ്റുമുട്ടുന്നതിന് പകരം സ്വന്തം കാര്യങ്ങൾ നോക്കി വളരെ സുരക്ഷിതമായ രീതിയിൽ താങ്കൾക്ക് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഹാപ്പിനെസ് കിട്ടുന്ന എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നുള്ള ഒരു വിനീതമായ അഭിപ്രായം നമ്മൾ പങ്കുവെക്കുകയാണ്. അല്ലാതെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചരിവാരി എറിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളുടെ ഒരു ജീവിതം സമൂഹ മാധ്യമങ്ങളിലിട്ട് ഇല്ലാതാക്കരുത് എന്ന് മാത്രമേ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം ഈ കുട്ടികൾ വലുതായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ ഈ പറയുന്ന വാക്യങ്ങളും വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇനിയും ഒരുപാട് കാലം നിലനിൽക്കും.
ആ കാലത്തോളം തീർച്ചയായിട്ടും കുട്ടികൾ വളർന്നു വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭാവിയെയും ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ തീർച്ചയായിട്ടും 2 ലൈഫുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് രണ്ടുപേർക്കും 2 വഴിക്ക് പോകാവുന്നതാണ്. പക്ഷേ മക്കൾക്ക് തീർച്ചയായിട്ടും ഉമ്മയായിട്ടും വാപ്പയായിട്ടും നിങ്ങൾ 2 പേർ മാത്രമേ ഉണ്ടാവൂ എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടന്റ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കിടുക. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.